ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വോക്സ് ബൈ രേവതി. വളരെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോസിനൊക്കെ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട്. ഇന്നൊരു ചെറിയ കോൺസെർട്ടിൻ്റെ വിശേഷങ്ങളായാലോ, എന്തോ പറയുന്നു, നിങ്ങൾ റെഡിയാണോ? ഞാൻ ഈ പരിപാടിയെ കുറിച്ചിട്ട് ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടെങ്കിലും ഒരു വട്ടം പോലും ഞാൻ പങ്കെടുത്തിട്ടില്ല. സോ അതിനൊരു അവസരം എനിക്ക് കിട്ടിയപ്പോഴത്തേക്കിനും ഞാൻ പോകാമെന്ന് വിചാരിച്ചു. ഈ പ്രോഗ്രാം നടക്കുന്നത് നടന്നത് ഷാർജയിലാണ്. അപ്പോൾ ഗോൾഡൻ സ്പാരോ എന്ന് പറയുന്ന ഒരു ടീമാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൽ വർക്ക് ചെയ്യുന്ന 1-2 ക്രൂ മെമ്പേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ടിക്കറ്റ് തന്നു. അങ്ങനെ ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഇങ്ങനൊരു സാധനം കേട്ടിട്ടേ ഉള്ളൂ, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ടി വിസ് ഒന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് കാണാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഇതും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വലിയ പിടുത്തമില്ലായിരുന്നു ഇതെന്താണ് സെറ്റപ്പ് എന്നുള്ളത്. അപ്പോൾ അവിടെ ചെന്ന് ക്രൗഡൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ, ഒക്കെ ഒരു തമിഴ് പ്രോഗ്രാമാണ്, എന്നിട്ടും ഇത്രയും ജനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഞാൻ അതിശയിച്ചു പോയി കേട്ടോ. അത്രത്തോളം തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു വൈബൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തമിഴ് സിംഗറോ മ്യൂസിക് ഡയറക്ടറോ ആരോ ആണെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതലായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ, എന്നാലും എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. പുള്ളിയുടെ പേര് ദേവ എന്നാണ്. പുള്ളിയുടെ എന്തോ ഒരു ഇതിനോടനുബന്ധിച്ചാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിയാണ് ഈ നിൽക്കുന്ന ഈ സ്ക്രീനിൽ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ടി വി ഷോസിലെ വിന്നേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ റണ്ണറപ്പായിട്ടും അങ്ങനെയൊക്കെ ഉള്ള കുറേ പ്ലേ ബാക്ക് സിംഗേഴ്സ് ഒക്കെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ കാണാൻ ഭയങ്കര ക്യൂട്ട് കേട്ടോ. തമിഴ് സ്റ്റൈലിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഈ കുട്ടീനെ, എനിക്കറിയില്ല. ബട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാനാണെങ്കിലും വോയിസ് ആണെങ്കിലും ഒക്കെ അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ മനോ എന്നാണ് എൻ്റെ ഈ പുള്ളിക്കാരൻ്റെ പേര്. ഈ പുള്ളിക്കാരന് അത്യാവശ്യം നല്ല നല്ല പാട്ടുകൾ നമ്മുടെ തമിഴ് മൂവീസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പലതും നമുക്ക് വോയിസ് കേട്ടുള്ള പരിചയങ്ങളെ ഉണ്ടാവത്തുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള ആൾക്കാരുടെ ഫേസസ് നമുക്ക് മോസ്റ്റ്ലി അറിയാൻ ചാൻസ് കുറവായിരിക്കും. അറിയാവുന്നവർക്ക് അറിയാം, അറിയില്ലാത്തവർക്ക് അറിയില്ല. അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാട്ട് കേൾക്കാറേ ഉള്ളൂ. അതിൻ്റെ വിഷ്വൽസ് കാണുന്നതാണെങ്കിലും അതിൻ്റെ ബിഹൈൻഡ് ദി സീൻസിലുള്ളവരെ ഇതിനെ കുറിച്ച് തിരക്കുന്നതാണെങ്കിലും എനിക്ക് അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ല. പാട്ട് കേൾക്കും, ആസ്വദിക്കും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ചില ടൈമിൽ മാത്രം വോയിസ് വെച്ച് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, ഓക്കെ ഇത് ഇന്ന സോങ് ഇന്ന ആൾ പാടിയതാണെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇനിയിപ്പം ഇവരുടെയൊക്കെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് മേ ബി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, ഓക്കെ ഈ സോങ് ഇന്ന ആൾ പാടിയതാണ് അല്ലെങ്കിൽ ഇന്നാളുടെ വോയിസ് ആണ് ഇത് എന്ന്. കാരണം ലൈവായിട്ട് അതിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കര വേറിട്ടതായിരുന്നു കേട്ടോ. എനിക്ക് കുറേ പുതുമയുള്ള അനുഭവങ്ങൾ ദുബായിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളെ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ളൊരു സീറ്റേ കിട്ടിയുള്ളൂ. അവിടെ നിന്നിട്ട് ഡാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വൈബിലോട്ട് എത്താനോ ഉള്ളൊരു സമയവും നമുക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ ആ സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വൈബ് ആവാൻ പറ്റിയില്ലെങ്കിലും പ്രോഗ്രാം അടിപൊളിയായിരുന്നു. ഒരുപാട് പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ലൈവായിട്ട് ഇതിങ്ങനെ കാണുമ്പോഴേ ഒരു രസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന അതിനേക്കാൾ ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു എനിക്കിത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വരുന്നു, പാടുന്നു, പോകുന്നു. ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 1-2 ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമായിരുന്നു കേട്ടോ. കാരണം നമ്മളവരെയൊക്കെ ഈ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പം തിയേറ്ററിലോ അല്ലെങ്കിൽ ടി വിയുടെ സ്ക്രീനിലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ മൊബൈൽ സ്ക്രീനിലോ ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. പക്ഷെ അവരെയൊക്കെ വൺസെങ്കിലും ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ഓക്കെ, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന അങ്ങനത്തേക്കുള്ള ആൾക്കാരെ നേരിട്ട് കാണണം എന്ന് ആഗ്രഹമില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അതുപോലെ തന്നെ കൂടുതലും ഗേൾസ് ആണ് ഞാൻ ആ ഒരു ക്രൂവിൽ കണ്ടത്. ഒരു ഗിറ്റാറിസ്റ്റ് ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെന്നാ ലുക്കാണെന്നറിയോ പുള്ളിക്കാരനെ കാണാൻ. പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, തിരക്കിലായിപ്പോയി. പുള്ളിക്കാരി ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല അടിപൊളി ഗ്ലിറ്ററി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് സെറ്റായിരുന്നു പുള്ളിക്കാരി. ഒരു ഭയങ്കര ഒരു ലുക്കിൽ വന്നു നിന്നിട്ടൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വയലിൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പുള്ളിക്കാരിയും നൈസാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറഞ്ഞില്ല, അത് ഇദ്ദേഹമാണെന്നത് ഈ പുള്ളിക്കാരത്തെയാണ് കേട്ടോ. അനുരാധ
ദൈവമേ ഞാനത് എന്താണ് പിച്ചമ്മയും പറയണോന്ന് പറയുന്നത്. അതെ, അനുരാധയുടെ വലിയൊരു ഫാനാണ് കേട്ടോ ഞാൻ. കാരണം പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു വോയിസിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടാണ് ആ ഒരു സാധനം. അത് വേറെ ആർക്കും ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. വേണമെങ്കിൽ നമ്മുടെ സുജാത ചേച്ചിക്ക് ആ ഒരു ചെറിയൊരു ടച്ച് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ക്യൂട്ട് വോയിസ്, അതെ, ഒരു കുട്ടികളുടേതായിട്ടുള്ളൊരു സാധനം. പിന്നെ ഇതാണ് ശ്രീകാന്ത് ദേവ എന്ന് പറയുന്ന ആള്. ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ ദേവ എന്ന് പറയുന്ന ആളുടെ മകനാണ്. അപ്പോൾ പുള്ളി അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഡപ്പാങ്കൂത്തു സോങ്സ് നമുക്ക്, അതായത് ഉത്സവപ്പറമ്പിലും അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒരു എന്താ പറയുക, ഒരു ഗെറ്റ് ടുഗദറൊക്കെ വെച്ചിട്ട് കൊള്ളുന്ന കണ്ടോ ആൾക്കാർ നിന്നിട്ട്, അതുപോലെ പുളകം കൊണ്ട് ഉന്മാദ ചിത്തരായിട്ട് തുള്ളിച്ചാടാൻ പറ്റുന്ന, ഉല്ലസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാട്ടുകളൊക്കെ പുള്ളി ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട് കേട്ടോ. ഈ കുറേ പാട്ടുകളൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, നമ്മൾ കിടന്ന് 4 കാലും പറിച്ച് ചാടുന്ന പേക്കൂത്ത് ചാട്ടങ്ങളെല്ലാം പുള്ളി പാടിയിട്ടുള്ള പാട്ടുകളാണല്ലേ കൂടുതലും, അല്ലെങ്കിൽ ഏറെക്കുറെ എന്നുള്ളൊരു സത്യാവസ്ഥ ഞാൻ തിരിച്ചറിയുന്നത്. എനിവേ ഇതൊക്കെ ലൈവായിട്ട് കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതുപോലെ തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ക്രൗഡ് എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഈ ടി വിയിൽ ഷോസ് വരില്ല, ലൈക്ക് റിയാലിറ്റി ഷോസ് ഒക്കെ, അതിനകത്ത് ആ എന്താ പറയുക, ക്യാമറ ഇങ്ങനെ മൂവ് ആവുന്നതും അപ്പ് പോകുന്നു, ഡൗൺ വരുന്നു, ഓരോരുത്തരെ സൂം ചെയ്യുന്നു, സൂം ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നമ്മളാണെങ്കിൽ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്ച്വലി ഇത് ലൈവ് ടെലികാസ്റ്റിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിനകത്ത് വേറൊരു മഹത് വ്യക്തി കൂടെ വരുന്നുണ്ട്. അത് കുറച്ചും കൂടി വീഡിയോ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈസ് ഓൾസോ എ ലെജൻഡ്. ഓക്കെ, തമിഴ് സിനിമയുടെ ഒരു നായിക കല്ലെന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ പുള്ളിയെ വേണമെങ്കിൽ എന്നല്ല പറയാം. ഹീസ് ദാറ്റ് മച്ച് ടാലൻറ്റഡ് വൺ പേഴ്സൺ. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നത്ര വീഡിയോസൊക്കെ ഞാനിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി ഞാൻ കൂടുതൽ ബ്ലാ അടിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വ്യക്തിയുടെ എൻട്രിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ക്രീൻ പിന്നെ ഒരുപാട് ദൂരെ ആയതുകൊണ്ട് ഒരുപാട് സൂം ചെയ്തിട്ട് അങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ പുള്ളിക്കുള്ള ഒരു ഇൻട്രോ ട്രിബ്യൂട്ട് പോലത്തെ ഒരു സാധനമാണ് ഈ കൊടുത്തത്. സോ ഹീസ് ദ വൺ ശരത് കുമാർ സർ. പുള്ളിനെ നേരിട്ട് കാണാൻ പറ്റി. ഒരു സ്റ്റേജ് ഞങ്ങൾ തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നിരുന്നാലും ഓക്കെ ഈ ഒരു സ്ക്രീനിൽ ആയിരുന്നു ഞങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിരുന്നത്. സോ പുള്ളിയുടെ നല്ലൊരു സ്പീച്ചും ഒരു സോങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പ്രോഗ്രാം അടിപൊളിയായിട്ട് പോയി കേട്ടോ. എന്തായിരുന്നാലും ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. 1-2 കുഞ്ഞു വീഡിയോസൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതിനകത്ത് ഇനി ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, ഒരാളുടെ എൻട്രി കൂടെ ഉണ്ട്. അത് ഇപ്പോൾ വരുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു പുള്ളിയുടെ പാട്ടിനും കാര്യങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും ആ പുള്ളിയുടെ എൻട്രി എന്ന് പറയുന്നത്. ആ പുള്ളി വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ ക്രൗഡ് മൊത്തത്തിലൊന്ന് ഇളകി മറിഞ്ഞത്. കാരണം പുള്ളിയുടെ ഓരോ ഡയലോഗ് പ്രസൻറ്റേഷൻ ആണെങ്കിലും ലൈക്ക് ആ ഒരു ഹ്യൂമർ സെൻസും കാര്യങ്ങളും, ഇത്രയും വയസ്സായിട്ടും പുള്ളിയുടെ ആ ഒരു ചുറുചുറുക്കെന്ന് പറയില്ലേ, അത് ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിലും. അതൊക്കെ ഒരു ലൈക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതിനെ ഓവറാക്കി ചളവാക്കുന്നതല്ല, ശരിക്കും ആ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനുരാധ മാം ഇപ്പോൾ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് അടുത്തൊരു സോങ്, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഈ പാട്ട് ശരിക്കും എനിക്കിഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. പിന്നെ ഞാനത് വെറുത്തുപോയ പാട്ടാണ്. സോ ഞാൻ പറഞ്ഞ വ്യക്തിയുടെ ഇദ്ദേഹമാണ്. ഈ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. പാർത്ഥിപൻ എന്നെങ്ങാണോ, പാർത്ഥിപനോ എന്തോ അങ്ങനെ എന്തോ ആണ് കേട്ടോ, ഞാൻ പേര് ആക്ച്വലി മറന്നുപോയി. പുള്ളി വന്നതിന് ശേഷം ശരിക്കും ക്രൗഡ് എൻജോയ്മെൻ്റ് ആയിരുന്നു ഫുള്ള്. കാരണം പുള്ളി കൗണ്ടർ രക്ഷയില്ലാത്ത കൗണ്ടറും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അടിപൊളി വൈബാക്കി വിട്ടു. പുള്ളിയുടെ വകയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ വന്ന എല്ലാവരും ഹൈലി ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആക്ടിങ്ങിന് ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട് എന്ന് വേണ്ട, ഫുൾ ഓളമായിരുന്നു, ഫുൾ വൈബായിരുന്നു. പക്ഷെ പ്രോഗ്രാം തീരുന്നത് വരെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളൊരു ചെറിയ റിഗ്രഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കിനും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു രാധാ മാം പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വന്നിട്ട് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വിഷയമായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പുള്ളിക്കാരുടെ പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും എണീറ്റ് നിന്ന് കയ്യൊക്കെ അടിച്ച് വിളിച്ച് അറുമാദിക്കണമായിരുന്നു അവിടെ കിടന്നിട്ട്. പിന്നെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇറങ്ങി നിന്നങ്ങോട്ട് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല. ആ വിഷമം പിന്നെ ലാസ്റ്റ് കിട്ടിയ ഒരു 2 മൊമെൻറ്റിൽ ഞാൻ അങ്ങോട്ട് തീർത്തു. പിന്നെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ വരാൻ പറ്റത്തുള്ളൂ. സോ ആ വിഷമം തീർത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്.
അറിയാവുന്ന 2 സ്റ്റെപ്പ് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ കുറേ പൂവാലന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും വായി നോക്കി വാറ്റിത്തിരിഞ്ഞിങ്ങനെ നടന്നു. അപ്പോൾ ഒരു ചെറിയ സമാധാനമൊക്കെ കിട്ടി. അതെ, അന്യം നിന്ന് പോവാത്ത ആ കല ഇന്നും എന്നിൽ അത് വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു സമാധാനമൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ. പിന്നെ കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്.